വൺ ടി വി വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ശോഭികയിൽ പൊന്നോണം. ഈ ഓണക്കാലം അടിപൊളിയാക്കാൻ ഏറ്റവും കിടിലൻ കളക്ഷനുകളും ഓഫറുകളുമായി ശോഭിക വെഡ്ഡിംഗ്സ് ഒരുങ്ങിക്കഴിഞ്ഞു. ശോഭിക വെഡ്ഡിംഗ്സ് കോഴിക്കോട്, കാഞ്ഞങ്ങാട്, കൊയിലാണ്ടി, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് എടപ്പാൾ. അതിരില്ലാത്ത ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം. ഡിപ്ലോമ കോഴ്സിന് കേന്ദ്ര ഗവൺമെന്റ് അപ്രൂവൽ സർട്ടിഫിക്കറ്റ്. ആര്യ കോളേജ്, ന്യൂ ബസ് സ്റ്റാൻഡ്, നിലമ്പൂർ. ദിനംതോറും ഓരോ കോടി വീതം സമ്മാനം. സുതാര്യം, വിശ്വസ്തം, ജനകീയം. UK ലോട്ടറീസ്. UK ലോട്ടറീസ്, ഹെഡ് ഓഫീസ് മഞ്ചേരി. വിശ്വസിക്കാം, ചെടികൾക്ക് 100% ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ആയാൻ നഴ്സറി, പൂക്കോട്ടുംപാടം, കരുളായി റോഡ്, ഉപ്പുവള്ളി. ഫോൺ 9446337875. ഷറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ്, ഷറഫിയ ബിൽഡിംഗ്, നിലമ്പൂർ റോഡ്, വണ്ടൂർ. ഫോൺ 04931248535 9447338503. എടക്കര പാലുണ്ടയിലെ ബ്രദേഴ്സ് TVS ഷോറൂം സന്ദർശിക്കൂ. നിങ്ങളുടെ ഇഷ്ടവാഹനം സ്വന്തമാക്കൂ. ഒപ്പം കൈ നിറയെ സമ്മാനങ്ങളും നേടൂ. ബ്രദേഴ്സ് TVS, പാലുണ്ട, എടക്കര. പ്രിയപ്പെട്ടവരെ, വൺ TV വാർത്തകളിലേക്ക് സ്വാഗതം. നിലമ്പൂരിൻ്റെ യാത്രാ സ്വപ്നങ്ങൾക്ക് പുതിയ തലങ്ങൾ പകർന്നു നൽകുന്ന മെമു ട്രെയിൻ സർവീസ് ആരംഭിച്ചു. ദീർഘദൂര ട്രെയിൻ യാത്രക്കാർക്ക് ഏറെ ആശ്വാസകരവും ഏറെ ഗുണകരവുമാവുന്ന ഒരു സർവീസാണ് മെമു എന്ന ഈ ട്രെയിനിലൂടെ യാഥാർത്ഥ്യമാകുന്നത്. നാടൊന്നാകെ ഏറെക്കാലങ്ങളായി ആഗ്രഹിച്ച മെമു ട്രെയിനിൻ്റെ കന്നി യാത്ര ഉദ്ഘാടന ചടങ്ങുകൾ വർണ്ണാഭമായി. പ്രധാന വാർത്തകൾ. ഒരു നാടിന്റെ യാത്രാ സ്വപ്നങ്ങൾക്ക് പുതിയ പ്രതീക്ഷയേകി നിലമ്പൂർ ഷൊർണൂർ പാതയിൽ മെമു സർവീസ് ആരംഭിച്ചു. ഷൊർണൂരിൽ നടന്ന പ്രൗഢോജ്വലമായ ചടങ്ങിൽ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. കൊണ്ടോട്ടി ഹജ്ജ് ഹൗസിൽ നിർമ്മാണം പൂർത്തിയാക്കിയ 35 കിലോവാട്ടിന്റെ സോളാർ പ്ലാന്റ് ഉൾപ്പെടെ 3 പദ്ധതികളുടെ ഉദ്ഘാടനം നടന്നു. സംസ്ഥാന ന്യൂനപക്ഷക്ഷേമ ഹജ്ജ് വഖഫ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ ഉദ്ഘാടനം നിർവഹിച്ചു. വിൽപ്പനയ്ക്കായി കൈവശം വെച്ച മെത്താഫിറ്റാമിനും ഹാഷിഷ് ഓയിലുമായി യുവാവ് പോലീസിന്റെ പിടിയിലായി. മമ്പാട് ഓടായിക്കൽ സ്വദേശിയാണ് പിടിയിലായത്. 4 ഗ്രാം മെത്താഫിറ്റാമിനും 1 ഗ്രാം ഹാഷിഷ് ഓയിലും പിടിച്ചെടുത്തു. മാലിന്യമുക്ത ഗ്രാമപഞ്ചായത്ത് എന്ന ലക്ഷ്യം. അമരമ്പലം ഗ്രാമപഞ്ചായത്തിലെ വിവിധയിടങ്ങളിൽ വേസ്റ്റ് ബിന്നുകൾ സ്ഥാപിച്ചു. പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു. വിശദമായ വാർത്തകൾ നോക്കാം. നിലമ്പൂർ മേഖലയുടെ യാത്രാ സ്വപ്നങ്ങൾക്ക് പുതിയ പ്രതീക്ഷയേകിയ നിലമ്പൂർ ഷൊർണൂർ പാതയിൽ മെമു സർവീസ് ആരംഭിച്ചു. ഷൊർണൂരിൽ നടന്ന പ്രൗഢോജ്വലമായ ചടങ്ങിൽ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. ഷൊർണൂരിൽ നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിലാണ് മെമു ട്രെയിനിന്റെ ഫ്ളാഗ് ഓഫ് നടന്നത്. നിലമ്പൂരിന്റെ ട്രെയിൻ യാത്രാ വികസന രംഗത്ത് വലിയ കുതിപ്പിന് വഴിയൊരുക്കുന്നതാണ് മെമു സർവീസ്. എറണാകുളം, തൃശൂർ എന്നിവിടങ്ങളിൽ നിന്നും പെരിന്തൽമണ്ണ, നിലമ്പൂർ ഭാഗങ്ങളിലേക്കുള്ള യാത്രക്കാർക്ക് ഏറെ ഗുണകരമാണ് മെമു ട്രെയിൻ. വൈകിട്ട് 5:40 എറണാകുളത്ത് നിന്നും പുറപ്പെടുന്ന ട്രെയിൻ 8:35 ഷൊർണൂരിൽ നിന്നും പുറപ്പെട്ട് 10:05 നിലമ്പൂരിലെത്തും. തിരിച്ച് നിലമ്പൂരിൽ നിന്നും പുലർച്ചെ 3:40 പുറപ്പെട്ട് 4:55 ഷൊർണൂരിലെത്തും. നിലമ്പൂരിലേക്കുള്ള യാത്രയിൽ ഷൊർണൂരിൽ നിന്നും വെല്ലപ്പുഴ, കുലുക്കല്ലൂർ, ചെറുകര, അങ്ങാടിപ്പുറം, പട്ടിക്കാട്, മേലാറ്റൂർ, വാണിയമ്പലം എന്നിവിടങ്ങളിലും തിരിച്ച് ഷൊർണൂരിലേക്കുള്ള യാത്രയിൽ വാണിയമ്പലം, അങ്ങാടിപ്പുറം എന്നിവിടങ്ങളിലുമാണ് സ്റ്റോപ്പ് ഉള്ളത്. പുലർച്ചെയുള്ള സമയം നേരത്തെയാക്കിയാൽ ഷൊർണൂർ എറണാകുളം കണക്ഷൻ ലഭ്യമാക്കുവാനാകും. ഇതിനായി സമ്മർദ്ദം ചെലുത്തുമെന്ന് ജനപ്രതിനിധികൾ പറഞ്ഞു. വലിയ ആഹ്ലാദത്തിലാണ് നിലമ്പൂരിലേക്കുള്ള യാത്രക്കാർ. കാരണം അവരുടെ യാത്രാ ദുരിതത്തിന് വലിയ ഒരു പരിഹാരമായേക്കാവുന്ന ഒരു സർവീസാണ് മെമു. അതുകൊണ്ട് തന്നെ ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടി നേതാക്കളുമെല്ലാം ഇതിൻ്റെ ഉദ്ഘാടനം ആഘോഷമാക്കി മാറ്റിയിട്ടുണ്ട്.
ട്രെയിൻ നിലമ്പൂരിലേക്ക് വരുന്ന വിവിധ സ്റ്റേഷനുകളിലൊക്കെ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികൾ, യാത്രക്കാരുടെ സംഘടനകൾ എന്നിവർ ട്രെയിനിന് വരവേൽപ്പ് നൽകുന്നുണ്ട്. മറ്റൊരു വാർത്ത നോക്കാം. ഹജ്ജ് തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിവരുന്ന പ്രവർത്തനങ്ങളെ തകർക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചില വ്യക്തികളിൽ നിന്നും ഉണ്ടാകുന്നതായും ഇത്തരം പ്രവർത്തികളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നും സംസ്ഥാന കായിക ന്യൂനപക്ഷക്ഷേമ ഹജ്ജ് വഖഫ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ പറഞ്ഞു. കൊണ്ടോട്ടി ഹജ്ജ് ഹൗസിൽ നിർമ്മാണം പൂർത്തിയാക്കിയ 35 കിലോ വാട്ടിന്റെ സോളാർ പ്ലാന്റ് ഉൾപ്പെടെ 3 പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഹജ്ജ് ട്രെയിനേഴ്സിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വമാണ് ഹജ്ജ് കർമ്മം ശരിയായ രീതിയിൽ നിർവഹിക്കാനുള്ളത്. ഹജ്ജിന് തിരഞ്ഞെടുക്കുന്ന ഓരോരുത്തരും അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമായിട്ട് പുണ്യ ഹജ്ജ് കർമ്മം നിർവഹിക്കണമെന്ന് ആഗ്രഹിക്കും. അവർക്ക് സേവനങ്ങൾ ഉറപ്പാക്കി കൊടുക്കുക എന്നുള്ളതാണ് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം. പരിപാടിയിൽ ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് അധ്യക്ഷനായി. രാജ്യത്ത് തന്നെ ഏറ്റവും മികച്ച രീതിയിലുള്ള പ്രവർത്തനമാണ് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി നടത്തിവരുന്നത്. എന്നാൽ സംവിധാനങ്ങൾക്ക് അകത്ത് നിന്നുകൊണ്ട് തന്നെ ചില വ്യക്തികൾ സമാന്തര പ്രവർത്തനങ്ങൾ നടത്തി ഇവിടെയുള്ള സംവിധാനങ്ങളെ തകർക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നതെന്ന് മന്ത്രി ആരോപിച്ചു. ഹജ്ജ് കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങളിൽ രാഷ്ട്രീയം കാണരുതെന്നും ഇത്തരം പ്രവർത്തനങ്ങൾ തുടർന്നാൽ ഭാവിയിൽ നമുക്ക് വലിയ നഷ്ടങ്ങളുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. സർക്കാർ സംവിധാനങ്ങളിലൂടെ ഹജ്ജ് നിർവഹിക്കുന്നതിന് തുരങ്കം വയ്ക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളായി ഇത് മാറും. സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വളരെ ശ്രദ്ധയോടെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. പ്രവർത്തനങ്ങളിൽ എല്ലാവരും ഒന്നിച്ചു നിൽക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. യാത്രാ നിരക്കിലുള്ള അന്തരം കാരണം കരിപ്പൂർ പുറപ്പെടൽ കേന്ദ്രമായി തിരഞ്ഞെടുക്കുന്നവർ കുറവാണെന്നത് ഗൗരവത്തിൽ കാണുന്നു. ഇത്തവണ എയർ ഇന്ത്യക്ക് പുറമെ സൗദി എയർലൈൻസിനെയും മറ്റ് വിമാന കമ്പനികളെയും ടെൻഡറിൽ പങ്കെടുപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഇത് തുക കുറയ്ക്കുന്നതിന് സഹായകമാകുമെന്നും മന്ത്രി പറഞ്ഞു. കരിപ്പൂർ ഹജ്ജ് ഹൗസിൽ ഫെഡറൽ ബാങ്കിൻ്റെ CSR ഫണ്ടിൽ നിന്നും 10 ലക്ഷം രൂപ ഉൾപ്പെടെ 15 ലക്ഷം രൂപ ചെലവിലാണ് സോളാർ പ്ലാന്റ് സ്ഥാപിച്ചത്. പദ്ധതി പൂർണ്ണമായി പ്രവർത്തനക്ഷമമായാൽ നിലവിലെ വൈദ്യുതി ഉപയോഗത്തിൽ ഗണ്യമായ കുറവ് വരുത്തുവാൻ സാധിക്കും. പ്രതിവർഷം ശരാശരി 6 ലക്ഷത്തിൽ പരം രൂപ വൈദ്യുത ചാർജിനത്തിൽ ചിലവ് വരുന്നുണ്ട്. ഇന്ത്യയിൽ ആദ്യമായി കരിപ്പൂർ ഹജ്ജ് ഹൗസിലാണ് ഗ്രീൻ എനർജി പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഇതോടൊപ്പം പൂർത്തിയാക്കിയ ഹജ്ജ് ഹൗസും മുറ്റ നവീകരണം 2025 ഹജ്ജ് വളണ്ടിയർമാരുടെ കൂട്ടായ്മ കോൺഫറൻസ് ഹാളിലേക്കായി നൽകുന്ന എക്സിക്യൂട്ടീവ് ചെയറുകൾക്കായി 4,10,000 രൂപയുടെ ചെക്ക് കൈമാറ്റം, വിവിധ വ്യക്തികൾക്കുള്ള ഉപഹാര സമർപ്പണം എന്നിവയും നടന്നു. പരിപാടിയിൽ ജില്ലാ കളക്ടർ VR വിനോദ് മുഖ്യാതിഥിയായി. ഹജ്ജ് കമ്മിറ്റി അംഗങ്ങളായ PTA റഹീം, അഡ്വക്കേറ്റ് P മൊയ്തീൻകുട്ടി, ഉമ്മർ ഫൈസി മുക്കം, അഷ്കർ കോറാട്, OV ജാഫർ, ഷംസുദ്ദീൻ അരീഞ്ചിറ, ഫെഡറൽ ബാങ്ക് സോണൽ ഹെഡ് A സുധീഷ്, ഹജ്ജ് കമ്മിറ്റി അസിസ്റ്റന്റ് സെക്രട്ടറി ജാഫർ K കക്കൂത്ത്, ബാപ്പു ഹാജി, ഡോക്ടർ സുലൈമാൻ മേൽപ്പത്തൂർ എന്നിവർ പങ്കെടുത്തു. ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു വാർത്തയാണ് അടുത്തതായി റിപ്പോർട്ട് ചെയ്യുന്നത്. വിൽപ്പനയ്ക്കായി കൈവശം വെച്ച മെത്താഫിറ്റാമിനും ഹാഷിഷ് ഓയിലുമായി യുവാവ് പോലീസിന്റെ പിടിയിലായി. നിലമ്പൂർ പോലീസ് നടത്തിയ പരിശോധനയിൽ 4 ഗ്രാം മെത്താഫിറ്റാമിനും 1 ഗ്രാം ഹാഷിഷ് ഓയിലും പിടിച്ചെടുത്തു. വിൽപ്പനയ്ക്കായി കൈവശം വെച്ച മെത്താഫിറ്റാമിനും ഹാഷിഷ് ഓയിലുമായി യുവാവ് പോലീസ് പിടിയിൽ. 4 ഗ്രാം മെത്താഫിറ്റാമിനും 1 ഗ്രാം ഹാഷിഷ് ഓയിലുമാണ് പിടിച്ചെടുത്തത്. പുള്ളിപ്പാടം ഓടായിക്കൽ സ്വദേശി ഷുഹൈബ് എന്ന മത്തായിയെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. നിലമ്പൂർ പോലീസും ഡാൻസ് ഓഫ് ടീമും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത്. കാറിൽ കറങ്ങി നടന്ന് മയക്കുമരുന്ന് വിൽപ്പന നടത്തുന്നുണ്ട് എന്ന നിലമ്പൂർ DYSP സാജു K എബ്രഹാമിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നാണ് CI സുനിൽ പുളിക്കലിൻ്റെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം പ്രതിയെ പിടികൂടിയത്. ഉച്ചയ്ക്ക് 2 മണിയോടെ ഓടായിക്കലിലുള്ള വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത്. കഴിഞ്ഞ മാസം ബീമ്പുങ്ങലിൽ വെച്ച് 2 ഗ്രാം മെത്താഫിറ്റാമിനുമായി മമ്പാട് സ്വദേശിയായ യുവാവിനെ പോലീസ് പിടികൂടിയിരുന്നു. ഇയാളെ ചോദ്യം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഷുഹൈബിനെ നിരീക്ഷിച്ചു വരികയായിരുന്നു. ഗ്രാമിന് 3500 രൂപ നിരക്കിലാണ് പ്രതി മെത്താഫിറ്റാമിൻ വിൽപ്പന നടത്തിയിരുന്നത്. ഈ സംഘത്തിൽ ഉൾപ്പെട്ട മറ്റൊരു യുവാവ് എയർപോർട്ട് വഴി ഹൈബ്രിഡ് കഞ്ചാവ് കടത്താൻ ശ്രമിച്ചതിൽ അടുത്തിടെ പിടിയിലായി ഖത്തർ ജയിലിൽ കഴിഞ്ഞു വരികയാണ്. SI PT സൈഫുള്ളയുടെ നേതൃത്വത്തിൽ SI ജിഷ്ണുരാജ്, CPOമാരായ സുനു P,
അനസ്, ഡാൻസ് ഓഫ് അംഗങ്ങളായ സുനിൽ മമ്പാട്, അഭിലാഷ് കൈപ്പിനി, ആഷിഫ് അലി, ടി നിബിൻ ദാസ്, ജിയോ ജേക്കബ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. നിലമ്പൂർ മേഖലയിൽ വ്യാപകമായ തോതിൽ ചെറുതും വലുതുമായ ലഹരി സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. കുട്ടികളെയും യുവാക്കളെയും ഒക്കെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ സംഘങ്ങൾ പ്രവർത്തിക്കുന്നത്. ഇവർക്ക് വിൽപ്പന നടത്തുന്ന ചെറുകിട വിൽപ്പനക്കാരാണ് ഇപ്പോൾ പോലീസിൻ്റെ പിടിയിലാകുന്നത്. കഴിഞ്ഞ ദിവസവും സമാനമായ രീതിയിൽ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. മറ്റു വാർത്തയിലേക്കാണ്. സ്നേഹതീരം ജീവകാരുണ്യ രംഗത്തെ നാടിൻ്റെ കൂട്ടായ്മയുടെ മാതൃകയാണെന്ന് ആര്യാടൻ ഷൗക്കത്ത് MLA. നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് 15 ലക്ഷം രൂപ ചെലവിട്ട് നവീകരിച്ച സ്നേഹതീരം പാലിയേറ്റീവ് കെയർ ആൻഡ് റിഹാബിലിറ്റേഷൻ സെന്ററിന്റെ കെട്ടിടം ചുങ്കത്തറയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MLA. ജിദ്ദ പ്രവാസി ഫോറം സ്നേഹതീരത്തിന് സമർപ്പിച്ച വാഹനത്തിന്റെ താക്കോൽ ദാനവും MLA നിർവഹിച്ചു. സന്തോഷിക്കുകയും ചെയ്യുന്നതാണ്. ഇവിടെ ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നിയത്, ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തെ എങ്ങനെ ജനകീയവൽക്കരിക്കാൻ പറ്റും, എങ്ങനെ ജനങ്ങളുമായി ബന്ധപ്പെടുത്തി ഉദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക് എങ്ങനെ ആ സ്ഥാപനത്തെ കൊണ്ടുവരാൻ സാധിക്കും എന്നത് ഏറ്റവും അധികം പരീക്ഷിച്ച് വിജയിച്ച കേരളത്തിലെ തന്നെ ഒരു മാതൃകാപരമായ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് തന്നെയാണ് നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് എന്നത് അഭിമാനമുള്ള പറയുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് P. പുഷ്പവല്ലി അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് പാത്തുമ്മ ഇസ്മായിൽ, ചുങ്കത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് വത്സമ്മ സെബാസ്റ്റ്യൻ, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ റഷീദ് വാളപ്ര, സജ്ന അബ്ദുറഹിമാൻ, ബ്ലോക്ക് മെമ്പർ CK സുരേഷ്, ബ്ലോക്ക് സെക്രട്ടറി KP അനസ്, CD സെബാസ്റ്റ്യൻ, മറിയാമ്മ ജോർജ് തുടങ്ങിയവർ പ്രസംഗിച്ചു. അമരമ്പലം ഗ്രാമപഞ്ചായത്തിൽ വേസ്റ്റ് ബിന്നുകളുടെ ഉദ്ഘാടനം നടത്തി. ഗ്രാമപഞ്ചായത്തിനെ മാലിന്യമുക്തമാക്കുക എന്ന ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് വേസ്റ്റ് ബിന്നുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ ഉദ്ഘാടനം നിർവഹിച്ചു. മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനി ആരും വലിച്ചെറിയാൻ പാടില്ല എന്ന് മാത്രം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ബിന്ന്, അതായത് വേസ്റ്റ് ബിന്ന്, ഇത് നല്ല രീതിയിൽ പരിചരിക്കേണ്ടത് നമ്മുടെ ഈ പ്രത്യേകിച്ച് വ്യാപാരികളും പിന്നെ നമ്മുടെ ഇവിടുത്തെ ഓട്ടോ തൊഴിലാളികളും അതുപോലെ പിന്നെ ഇവിടുത്തെ പ്രദേശവാസികളുമാണ്. ഇത് ഈ വേസ്റ്റ് ബിന്ന് നമ്മൾ വെച്ചത് മാലിന്യമില്ലാതാക്കാനാണ്. എന്നാൽ വേസ്റ്റ് ബിന്നിന് ഒരു മാലിന്യം ആവുന്ന രീതിയിൽ ഒരിക്കലും വന്നുകൂടാ. അപ്പം അത് ഇവിടുത്തെ പ്രദേശവാസികൾ ഇത് സംരക്ഷിച്ച് പോരണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനിത രാജു പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. 2024-25 വർഷത്തെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 3 ലക്ഷം രൂപ ചെലവിട്ടാണ് ബിന്നുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി 17 ബിന്നുകളാണ് നിലവിൽ സ്ഥാപിച്ചിട്ടുള്ളത്. സ്റ്റീലിൽ നിർമ്മിച്ച ബിന്നുകളിൽ പ്ലാസ്റ്റിക്, പേപ്പർ മാലിന്യങ്ങൾ പ്രത്യേകം നിക്ഷേപിക്കുവാനുള്ള സൗകര്യമുണ്ട്. മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിച്ച അമരമ്പലത്ത് ഈ സൗകര്യം പൂർണ്ണമായി ഉപയോഗിക്കണമെന്ന് പ്രസിഡന്റ് അഭ്യർത്ഥിച്ചു. ചടങ്ങിൽ സ്ഥിരം സമിതി അധ്യക്ഷരായ അനീഷ് കവളമുക്കട്ട, അബ്ദുൾ ഹമീദ് ലബ്ബ, വാർഡ് അംഗങ്ങളായ VK ബാലസുബ്രഹ്മണ്യൻ, രാജശ്രീ, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി B. ശിവദാസൻ, HI ഷാഹിദ വള്ളിക്കാടൻ, ഗ്രാമപഞ്ചായത്ത് ജീവനക്കാർ തുടങ്ങിയവർ സംബന്ധിച്ചു. ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. വൺ TV വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ശോഭികയിൽ പൊന്നോണം. ഈ ഓണക്കാലം അടിപൊളിയാക്കാൻ ഏറ്റവും കിടിലൻ കളക്ഷനുകളും ഓഫറുകളുമായി ശോഭിക വെഡ്ഡിങ്സ് ഒരുങ്ങിക്കഴിഞ്ഞു. ശോഭിക വെഡ്ഡിങ്സ് കോഴിക്കോട്, കാഞ്ഞങ്ങാട്, കൊയിലാണ്ടി, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് എടപ്പാൾ. അതിരില്ലാത്ത ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേയും അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം. ഡിപ്ലോമ കോഴ്സിന് കേന്ദ്ര ഗവൺമെന്റ് അപ്രൂവൽ സർട്ടിഫിക്കറ്റ്. ആര്യ കോളേജ്, ന്യൂ ബസ് സ്റ്റാൻഡ്, നിലമ്പൂർ. ദിനംതോറും ഓരോ കോടി വീതം സമ്മാനം. സുതാര്യം, വിശ്വസ്തം, ജനകീയം. UK ലോട്ടറീസ്, ഹെഡ് ഓഫീസ് മഞ്ചേരി. വിശ്വസിക്കാം, ചെടികൾക്ക് 100% ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പ് നൽകുന്നു. ആയാ നഴ്സറി, പൂക്കോട്ടുംപാടം, കരുളായി റോഡ്, ഉപ്പുവള്ളി. ഫോൺ 9446337875. ഷറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ്, ഷറഫിയ ബിൽഡിംഗ്,
നിലമ്പൂർ റോഡ് വണ്ടൂർ. ഫോൺ 04931 248 535 9447 338 503. എടക്കര പാലുണ്ടയിലെ ബ്രദേഴ്സ് TVS ഷോറൂം സന്ദർശിക്കൂ. നിങ്ങളുടെ ഇഷ്ടവാഹനം സ്വന്തമാക്കൂ. ഒപ്പം കൈ നിറയെ സമ്മാനങ്ങളും നേടൂ. ബ്രദേഴ്സ് TVS, പാലുണ്ട, എടക്കര. വാർത്തകൾ തുടരുന്നു. മഞ്ചേരി നഗരത്തിലെ ജസീല ജംഗ്ഷൻ മുതൽ നെല്ലിപ്പറമ്പ് വരെയുള്ള റോഡിന്റെ ശോച്യാവസ്ഥയിൽ പ്രതിഷേധിച്ച് ഈ മാസം 26-ന് സ്വകാര്യ ബസ്സുകൾ സർവീസ് നിർത്തിവെക്കുന്നു. വർഷങ്ങളായി തകർന്നു കിടക്കുന്ന റോഡ് ഗതാഗതയോഗ്യമാക്കുവാൻ അധികാരികൾ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ബസ് ഉടമകൾ പ്രത്യക്ഷമായ സമരത്തിന് ഒരുങ്ങുന്നത്. ഓർക്കുക, 26-ന് മഞ്ചേരി, നിലമ്പൂർ ഭാഗങ്ങളിൽ, അരീക്കോട് ഭാഗങ്ങളിലേക്കുള്ള ബസ്സുകളൊക്കെ നിശ്ചലമായിരിക്കുമെന്ന കാര്യം യാത്രക്കാർ ശ്രദ്ധിക്കുക. റോഡിലെ കുഴികൾ കാരണം ഈ ഭാഗത്ത് എപ്പോഴും രൂക്ഷമായ ഗതാഗത കുരുക്കാണ്. ഇത് കാരണം ബസ്സുകൾക്ക് സർക്കാർ നിശ്ചയിച്ച സമയക്രമം പാലിക്കുവാൻ സാധിക്കുന്നില്ല. കൂടാതെ കുഴികൾ കാരണം വാഹനങ്ങളുടെ ലീഫ് പൊട്ടുന്നതും മറ്റ് കേടുപാടുകൾ സംഭവിക്കുന്നതും പതിവായി. ഇതു സംബന്ധിച്ച് ഗതാഗത മന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് പലതവണ പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. റോഡ് നന്നാക്കുന്നതിനായി മുൻ സർക്കാർ 5 കോടി രൂപയുടെ ഭരണാനുമതി നൽകിയിരുന്നു. എന്നാൽ ഇതിന് സാങ്കേതിക അനുമതിയോ ടെൻഡർ നടപടികളോ ഇതുവരെ ഉണ്ടായിട്ടില്ല. മഞ്ചേരിയിൽ നിന്ന് നിലമ്പൂർ, വണ്ടൂർ, അരീക്കോട്, എളങ്കൂർ, ആമയൂർ തുടങ്ങിയ ഭാഗങ്ങളിലേക്ക് സർവീസ് നടത്തുന്ന 100ഓളം ബസ്സുകളുടെ 500ഓളം സർവീസുകളാണ് 26-ന് നിർത്തിവെക്കുന്നത്. രാവിലെ 10-ന് കച്ചേരിപ്പടിയിലെ IGBT പരിസരത്ത് നിന്നും പൊതുമരാമത്ത് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ കാര്യാലയത്തിലേക്ക് ബസ് തൊഴിലാളികളും ഉടമകളും പ്രതിഷേധ മാർച്ചും നടത്തും. സൂചനാ സമരത്തിന് ശേഷവും അനുകൂല നടപടി ഉണ്ടായില്ലെങ്കിൽ അനിശ്ചിതകാലത്തേക്ക് സർവീസ് നിർത്തിവെക്കുവാനാണ് ബസ് ഉടമ സംയുക്ത സമരസമിതിയുടെ തീരുമാനം. ചുങ്കത്തറ പഞ്ചായത്ത് മാംബോയിലിൽ അംഗൻവാടി കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. ആര്യാടൻ ഷൗക്കത്ത് MLA ആണ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. പരിപാടിയിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് P. പുഷ്പവല്ലി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് വത്സമ്മ സെബാസ്റ്റ്യൻ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പാത്തുമ്മ ഇസ്മായിൽ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ റഷീദ് വാളപ്ര, സജ്ന അബ്ദുറഹിമാൻ, ബ്ലോക്ക് മെമ്പർമാരായ CK സുരേഷ്, മറിയാമ്മ ജോർജ്, CDPO ഷാഹിന, പഞ്ചായത്ത് അംഗം KP മൈമൂന, സീന സൂസൻ, ബ്ലോക്ക് AE സാജിദ്, ബിജു, ഷാഫി ചുങ്കത്തറ, K. അമീർ K, KP അനസ്, സലീം പിലാത്തോടൻ, സലീൽ ഭാവ, K. ഇല്യാസ്, റോസമ്മ ജോർജ് എന്നിവർ പ്രസംഗിച്ചു. നാട്ടുകലകളും നാട്ടറിവുകളും പുതുതലമുറയിലേക്ക് പകരുക എന്ന ലക്ഷ്യത്തോടെ മലയാള കലാകാരന്മാരുടെ ദേശീയ സംഘടനയായ നന്മ നിലമ്പൂർ മേഖലാ കമ്മിറ്റി ഫോക്ലോർ ഡേ ആചരിച്ചു. നിലമ്പൂർ കനോലി പ്ലോട്ട് പ്രവേശന കവാടത്തിൽ നടത്തിയ പരിപാടിയിൽ നാട്ടുകലാകാരന്മാർ പങ്കെടുത്തു. നാടൻ പാട്ട് കലാകാരൻ വിജയൻ ഗോത്രമൊഴി പരിപാടി ഉദ്ഘാടനം ചെയ്തു. മേഖലാ സെക്രട്ടറി ജയരാജൻ അധ്യക്ഷനായി. നാട്ടാശാൻ രാമൻ അമരമ്പലത്തെ ചടങ്ങിൽ ആദരിച്ചു. നന്മ ജില്ലാ സെക്രട്ടറി സജിത്ത് V. പൂക്കോട്ടുംപാടം, മേഖലാ വൈസ് പ്രസിഡന്റും ചിത്രകാരനുമായ അനീഷ് കവളമുക്കട്ട, എഴുത്തുകാരൻ KRC നിലമ്പൂർ, കളിമൺ ശില്പി ഷെരീഫ് നിലമ്പൂർ, മുജീബ് ദേവശ്ശേരി, മുഹമ്മദ് കോയ കടവത്ത്, ജില്ലാ കമ്മിറ്റി അംഗം അഭിലാഷ് പാലേമാട്, ബാബുരാജ് പാലാട്, TK സതീശൻ, MT നിലമ്പൂർ, സജീവ് മുതുകാട്, ഫൂലൻ ദേവി, ബാബുരാജ് മണലൊടി എന്നിവർ പ്രസംഗിച്ചു. മേഖലാ ജോയിന്റ് സെക്രട്ടറി രാജേഷ് അമരമ്പലം സ്വാഗതവും ട്രഷറർ ബിൻസി വിജയം നന്ദിയും പറഞ്ഞു. നാടൻ പാട്ടുകളും നാടൻ കലാപ്രകടനങ്ങളും അരങ്ങേറി. K. ജയചന്ദ്രൻ, പ്രവീൺ നിലമ്പൂർ എന്നിവരുടെ നേതൃത്വത്തിൽ നാട്ടുവാദ്യങ്ങൾ ഉപയോഗിച്ച് താള സമന്വയവും അവതരിപ്പിച്ചു. ലോക സംരംഭക ദിനത്തോടനുബന്ധിച്ച് സഹ്യ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് ക്ലബ്ബും BBA ഡിപ്പാർട്ട്മെന്റും ചേർന്ന് മീറ്റ് ദ എന്റർപ്രണർ പരിപാടി സംഘടിപ്പിച്ചു. സംരംഭകൻ CB വയലിൽ ഉദ്ഘാടനം ചെയ്തു. ഈ ഒരു പ്രൊഫഷണൽ കോഴ്സ് ആവുന്നതോടുകൂടി നിങ്ങൾക്കും ഒരു പ്രൊഫഷണൽ ആകാൻ ഒരു അസിസ്റ്റന്റ് പ്രൊഫസറും ED ക്ലബ്ബ് കോർഡിനേറ്ററുമായ അംജിദ് P. സ്വാഗതം പറഞ്ഞു. പ്രിൻസിപ്പൽ ഡോക്ടർ MA ഷർഫറാസ് നവാസ് അധ്യക്ഷത വഹിച്ചു. കോളേജ് ഡയറക്ടർ അബ്ദുള്ള കുട്ടി KT, BBA ഡിപ്പാർട്ട്മെന്റ് ഹെഡ് അസിസ്റ്റന്റ് പ്രൊഫസർ ഇന്ദു KP എന്നിവർ സംസാരിച്ചു. നിങ്ങളുടെ കണ്ണുകളെല്ലാം നടക്കുക, എല്ലാ കണ്ണുകളും നടക്കുക. എന്നിട്ട് നിങ്ങൾ ഈ കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ വന്ന ഒരു സമയമുണ്ടല്ലോ, എല്ലാവരും കണ്ടടക്കുക. നിങ്ങൾ ഈ കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ വന്ന ഒരു സമയമുണ്ട്.
നിങ്ങളുടെ പാരൻസ് ഉണ്ടായിരുന്നു, കോളേജിൻ്റെ കൂടെ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഈ കോളേജിൻ്റെ വരാന്തയിൽ നിങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന ഒരുപാട് ടീച്ചേഴ്സും പ്രിൻസിപ്പളും സ്റ്റാഫും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സും ഒക്കെ ഉള്ള ആ ഒരു സമയത്തെ പറ്റി നിങ്ങൾ ചിന്തിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഒരു നാടിന്റെ യാത്രാ സ്വപ്നങ്ങൾക്ക് പുതിയ പ്രതീക്ഷയേകി നിലമ്പൂർ ഷൊർണൂർ പാതയിൽ മെമു സർവീസ് ആരംഭിച്ചു. ഷൊർണൂരിൽ നടന്ന പ്രൗഢോജ്വലമായ ചടങ്ങിൽ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. കൊണ്ടോട്ടി ഹജ്ജ് ഹൌസിൽ നിർമ്മാണം പൂർത്തിയാക്കിയ 35 കിലോവാട്ടിന്റെ സോളാർ പ്ലാന്റ് ഉൾപ്പെടെ 3 പദ്ധതികളുടെ ഉദ്ഘാടനം നടന്നു. സംസ്ഥാന ന്യൂനപക്ഷക്ഷേമ ഹജ്ജ് വഖഫ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ ഉദ്ഘാടനം നിർവഹിച്ചു. വിൽപ്പനയ്ക്കായി കൈവശം വെച്ച മെത്താഫിറ്റാമിനും ഹാഷിഷ് ഓയിലുമായി യുവാവ് പോലീസിന്റെ പിടിയിലായി. മമ്പാട് ഓടായിക്കൽ സ്വദേശിയാണ് പിടിയിലായത്. 4 ഗ്രാം മെത്താഫിറ്റാമിനും 1 ഗ്രാം ഹാഷിഷ് ഓയിലും പിടിച്ചെടുത്തു. മാലിന്യമുക്ത ഗ്രാമപഞ്ചായത്ത് എന്ന ലക്ഷ്യം. അമരമ്പലം ഗ്രാമപഞ്ചായത്തിലെ വിവിധയിടങ്ങളിൽ വേസ്റ്റ് ബിന്നുകൾ സ്ഥാപിച്ചു. പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. പക്ഷേ വാർത്തകൾ അവസാനിക്കുന്നില്ല. അവസാനിക്കാത്ത വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നമസ്കാരം. 1TV വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് ശോഭികയിൽ പൊന്നോണം. ഈ ഓണക്കാലം അടിപൊളിയാക്കാൻ ഏറ്റവും കിടിലൻ കളക്ഷനുകളും ഓഫറുകളുമായി ശോഭിക വെഡ്ഡിങ്സ് ഒരുങ്ങിക്കഴിഞ്ഞു. ശോഭിക വെഡ്ഡിങ്സ് കോഴിക്കോട്, കാഞ്ഞങ്ങാട്, കൊയിലാണ്ടി, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് എടപ്പാൾ. അതിരില്ലാത്ത ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേയും അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം. ഡിപ്ലോമ കോഴ്സിന് കേന്ദ്ര ഗവൺമെന്റ് അപ്രൂവൽ സർട്ടിഫിക്കറ്റ്. ആര്യ കോളേജ് ന്യൂ ബസ് സ്റ്റാൻഡ് നിലമ്പൂർ. ദിനംതോറും ഓരോ കോടി വീതം സമ്മാനം. സുതാര്യം, വിശ്വസ്തം, ജനകീയം. UK ലോട്ടറീസ്. UK ലോട്ടറീസ്, ഹെഡ് ഓഫീസ് മഞ്ചേരി. വിശ്വസിക്കാം, ചെടികൾക്ക് 100% ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പ് നൽകുന്നു. ആയാൻ നഴ്സറി, പൂക്കോട്ടുംപാടം, കരുളായി റോഡ്, ഉപ്പുവള്ളി. ഫോൺ 9446337875. ഷെറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ്, ഷെറഫിയ ബിൽഡിംഗ്, നിലമ്പൂർ റോഡ്, വണ്ടൂർ. ഫോൺ 04931248535 9447338503. എടക്കര പാലുണ്ടയിലെ ബ്രദേഴ്സ് TVS ഷോറൂം സന്ദർശിക്കൂ. നിങ്ങളുടെ ഇഷ്ടവാഹനം സ്വന്തമാക്കൂ. ഒപ്പം കൈ നിറയെ സമ്മാനങ്ങളും നേടൂ. ബ്രദേഴ്സ് TVS, പാലുണ്ട, എടക്കര.